Hello dear friends, welcome to Arabic Guidance and Tutoring Part 14. Part 14 നമ്മൾ തൻവീൻ അഥവാ ഡബിൾ വവൽ മാർക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഡയക്രിറ്റിക്സിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഷോർട്ട് വവൽസ് ലോങ് വവൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കാണാത്തവർ ലിങ്ക് കാണുക, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് തൻവീൻ അഥവാ ഡബിൾ വവൽ മാർക്സ് അല്ലെങ്കിൽ ന്യൂനേഷൻ എന്നും അറിയപ്പെടും. അപ്പോൾ എങ്ങനെയാണ് തൻവീൻ എന്ന് അറബിക്കിൽ എഴുതുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. തൻവീൻ എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? താ എഴുതുക, ഫത്ത കൊടുക്കുക, അപ്പോൾ താന്നായി. ഇൻ എന്ന് എഴുതുമ്പോൾ നൂൺ കൊടുക്കുക, നൂണിന് ഡോട്ട് മുകളിലാണ്, സുക്കൂൺ കൊടുത്തു, തൻ ബീൻ, വാവ് കൊടുത്തു, ബീനായി. പിന്നെ വാവ് ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യാ ഇവിടെ ചേർത്തെഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുക. അപ്പോൾ തൻവീ എന്നുള്ള ലോങ് വവലായി. ഇനി നൂൺ കൊടുക്കുക, തൻവീൻ. സുക്കൂൺ വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് എന്തായാലും ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ തന്നെ വരും. അപ്പോൾ തൻവീൻ എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് തൻവീൻ എന്ന് നോക്കാം. അപ്പോൾ തൻവീൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോർട്ട് വവൽസ് അറിഞ്ഞാൽ മാത്രമേ തൻവീൻ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുകയുള്ളൂ, പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് വവൽസ് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഷോർട്ട് വവൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 ഷോർട്ട് വവൽസ് ആണ് നമ്മൾ പഠിച്ചത്. ഫത്ത, കഷ്റ ആൻഡ് ദമ്മ. ഫത്ത, കഷ്റ ആൻഡ് ദമ്മ. ഇങ്ങനെയാണ് വോവ്, സ്മോൾ ലെറ്റർ വോവ് പോലെയാണ് കൊടുക്കുന്നത്. ഫത്ത, കഷ്റ, ദമ്മ. ഇതാണ് നമ്മൾ പഠിച്ച 3 ഷോർട്ട് വവൽസ്. അപ്പോൾ ഷോർട്ട് വവൽസിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ബായുടെ മുകളിൽ വന്നപ്പോൾ ഇത് ബ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. കഷ്റ വന്നപ്പോൾ വി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ദമ്മ വന്നപ്പോൾ ബു എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ബ, ബി, ബു, ഇതാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ഇനി ഡബിൾ വവൽ മാർക്സ് എന്നാണ് നമ്മൾ തൻവീനെ അറിയപ്പെടുന്നത്. ഡബിൾ വവൽ മാർക്സ്, അതായത് ഈ ഷോർട്ട് വവൽസ് 2 പ്രാവശ്യം വരുമ്പോഴാണ് അത് തൻവീനായി മാറുന്നത്. നോക്കുക, നമ്മുടെ ഫത്ത 2 പ്രാവശ്യം എഴുതുക. അപ്പോൾ ഫത്ത തൻവീനായി. എന്താണ്? 2 പ്രാവശ്യം ഫത്താസ് വന്നു കഴിഞ്ഞാൽ അത് ഫത്ത തൻവീനായി. 2 പ്രാവശ്യം കഷ്റ വന്നു കഴിഞ്ഞാൽ അത് കഷ്റ തൻവീനായി. അതുപോലെ 2 പ്രാവശ്യം ദമ്മ വന്നു കഴിഞ്ഞാൽ അത് ദമ്മ തൻവീനുമായി. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. 2 ഫത്താസ് വന്നു കഴിഞ്ഞാൽ ഫത്ത തൻവീൻ, 2 കഷ്റാസ് വന്നാൽ കഷ്റ തൻവീൻ, അതുപോലെ 2 ദമ്മാസ് വന്നാൽ അത് ദമ്മ തൻവീനുമായി. അപ്പോൾ ഫത്ത തൻവീൻ, കഷ്റ തൻവീൻ ആൻഡ് ദമ്മ തൻവീൻ. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫത്ത തൻവീൻ വരുമ്പോൾ മാത്രം അതിൻ്റെ കൂടെ, ആ ലെറ്ററിൻ്റെ കൂടെ ഒരു അലിഫ് കൂടി ജോയിൻ ചെയ്യും. എന്താണ്? ഫത്ത തൻവീൻ്റെ കൂടെ മാത്രം ഒരു അലിഫ് കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു ഫത്ത വന്നപ്പോൾ ബ എന്ന് വായിച്ചു. 2 ഫത്താസ് വരുമ്പോഴാണ് അത് ഫത്ത തൻവീൻ ആയത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഫത്തയ്ക്ക് ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. ഫസ്റ്റിലത്തെ ഫത്തയ്ക്ക് അ എന്ന പ്രൊണൗൺസിയേഷനും രണ്ടാമത്തതിന് ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷനും ചേർത്ത് അൻ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബ എന്നുള്ള ലെറ്ററിന്റെ മുകളിലായതുകൊണ്ട് ബൻ എന്ന് നമ്മൾ എഴുതുന്നു. ബൻ, ആ, ഇൻ, അൻ, ബായും കൂടി ചേരുമ്പോൾ ബൻ. ഇവിടെ ഈ ഒരു കഷ്റ വന്നപ്പോൾ ഇ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ കഷ്റയും കൂടി വരുമ്പോൾ ഇൻ. അപ്പോൾ ഇത് ബ ആയതുകൊണ്ട് ബിൻ. രണ്ടാമത്തെ ഫത്തയായാലും കഷ്റയായാലും ദമ്മയായാലും ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റിലത്തെ ദമ്മയ്ക്ക് ഉ എന്നുള്ള സൗണ്ട് ആണെങ്കിൽ രണ്ടാമത്തേന് ഇൻ, ഉൻ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബ ആയതുകൊണ്ട് ബുൻ. വേറെ ലെറ്റർ ആണ്, മീമാണ് വന്നതെങ്കിൽ ഇവിടെ മൻ, മിൻ, മുൻ എന്ന് നമ്മൾ വായിക്കണം. അപ്പോൾ അൻ, ഇൻ, ഉൻ എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഇത് മാത്രമായിട്ട് എഴുതുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏത് ലെറ്റർ ആണോ വരുന്നത് അതിനനുസരിച്ച് പ്രൊണൗൺസ് ചെയ്ത് വായിക്കുക. അപ്പോൾ ബൻ, ബിൻ, ബുൻ. അപ്പോൾ ഈ ബ എന്നിങ്ങനെയാണ് ജോയിൻ ചെയ്ത് എഴുതുന്നത് നോക്കാം. ഫസ്റ്റ് ബായുടെ ഹാഫ് എഴുതുക,
അലിഫ് ആ സൈഡ് ജോയിൻ ചെയ്യും, അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്ത് എഴുതുക. അതിനുശേഷം 2 ഫത്ത കൊടുക്കുക, അതായത് ഫത്ത തൻവീൻ കൊടുക്കുക. ഇത് ബൻ എന്നാണ് വായിക്കുന്നത്. ഫത്ത എപ്പോഴും അലിഫിന് മുകളിലല്ല, ഇപ്പുറത്തെ ലെറ്ററിനാണ് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് വായിക്കുന്നത്? ബൻ, ബിൻ, ബുൻ. അപ്പോൾ നമുക്ക് 3 തൻവീനാണുള്ളത്. ഫത്ത തൻവീൻ, കസ്ര തൻവീൻ ആൻഡ് ദമ്മ തൻവീൻ. 2 ഫത്താസ് വരുമ്പോൾ മാത്രം നമ്മൾ അലിഫ് ജോയിൻ ചെയ്യുക. ബാക്കി 2നും അലിഫ് ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇതാണ് തൻവീൻ എന്നുള്ള ഡയക്രിറ്റിക്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വേറെയുള്ള ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ വായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സീൻ എന്നുള്ള ലെറ്റർ ആണ് എഴുതാൻ പോകുന്നത്. സീൻ, ദാൽ ആൻഡ് മീം. ഈ 3 ലെറ്റർ എഴുതി നമുക്ക് നോക്കാം. ഫസ്റ്റിലെത്തത് ഫത്ത തൻവീൻ ആൻഡ് കസ്ര തൻവീൻ, then ദമ്മ തൻവീൻ. അപ്പോൾ ഇത് 3ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫത്ത തൻവീൻ എഴുതാം. സീൻ വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? സീന്റെ ഹാഫ് എഴുതുക. എന്തുകൊണ്ടാണ് സീന്റെ ഹാഫ് എഴുതുന്നത്? സീന്റെ ഹാഫ് എഴുതുന്നത് എന്തുകൊണ്ടാണ്? അലിഫുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് സീന്റെ ഹാഫ് എഴുതുന്നത്. ഫത്ത തൻവീന് മാത്രമാണ് അലിഫ് ജോയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ 2 ഫത്താസ് കൊടുത്തു ഫത്ത തൻവീനായി. ഇനി സീൻ എഴുതുക. സീൻ എഴുതിയതിനു ശേഷം 2 കസ്രാസ് കൊടുത്തു കസ്ര തൻവീനായി. ഇവിടെ 2 ദമ്മാസ് കൊടുത്തു ദമ്മ തൻവീനുമായി. അപ്പോൾ എന്താണ്? 2 ഫത്താസ് കൊടുക്കുക ഫത്ത തൻവീൻ, 2 കസ്ര കൊടുക്കുക കസ്ര തൻവീൻ ആൻഡ് 2 ദമ്മാസ് കൊടുക്കുമ്പോൾ ദമ്മ തൻവീനുമായി. അപ്പോൾ നമ്മൾ നോക്കൂ, ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത്? സൻ. സീന്റെ പ്രൊണൗൺസിയേഷൻ സ്. ഫത്ത വന്നപ്പോൾ സ എന്നായി. 2 ഫത്ത വന്നപ്പോൾ ഇൻ എന്നുള്ള ഇതും കൂടി ചേർത്ത് സൻ എന്നാണ് വായിക്കുന്നത്. സൻ. ഇവിടെ ആണെങ്കിലോ സി എന്നാണ്. ഇപ്പോൾ ഒരു കസ്രയും കൂടി വന്നപ്പോൾ പ്രൊണൗൺസിയേഷൻ എങ്ങനെയായി? സിൻ. സൻ, സിൻ. ഇതാണെങ്കിലോ സു എന്നാണ്. സുൻ. സൻ, സിൻ, സുൻ. ഒന്നുകൂടി നോക്കൂ. സൻ, സിൻ, സുൻ. അതിനുശേഷം നമുക്ക് ദമ്മ വെച്ചിട്ട് ദാല് വെച്ചിട്ടാണ് നോക്കുന്നത്. ദാല് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ദാൽ എഴുതുക. അതിനുശേഷം അലിഫ് ജോയിൻ ചെയ്യണം. പക്ഷെ നമുക്ക് അലിഫ് ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ദാൽ ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ഒരു ലെറ്റർ ആയതുകൊണ്ട് തന്നെ ദാൽ ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി. അതിനുശേഷം നമ്മൾ 2 ഫത്താസ് കൊടുത്തു ഫത്ത തൻവീൻ. അപ്പോൾ ഇനി ദാൽ എഴുതുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2 കസ്ര കൊടുക്കുക. ഇവിടെ 2 ദമ്മ കൊടുക്കുക. അപ്പോൾ ദമ്മ കൊടുക്കുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, ദമ്മ തൻവീൻ മാത്രം 3 ടൈപ്പിൽ എഴുതാറുണ്ട്. 2 ദമ്മാസ് കൊടുത്ത് ഇങ്ങനെ എഴുതാറുണ്ട്. സംടൈംസ് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വി പോലെ എഴുതുക. അതിനുശേഷം ഇങ്ങനെ ചെരിഞ്ഞൊന്ന് വരയ്ക്കുക. ഇങ്ങനെ എഴുതാറുണ്ട്. പിന്നെ ഇങ്ങനെ ചരിച്ചും തിരിച്ചും മറിച്ചുമായിട്ട് ഇങ്ങനെയും എഴുതാറുണ്ട്. ഈ 3 ടൈപ്പിലും എഴുതാറുണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് കാണുന്നത് ഇതാണ്. ഇതും കാണാറുണ്ട്, ഇതും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടാമത് കാണിച്ച ആ ഒരു വി ഉള്ള ഷേപ്പിലാണ് എഴുതുന്നത്. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതും ദമ്മ തൻവീനാണ്. അപ്പോൾ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത്? ദൻ, ദിൻ, ദുൻ. ദൻ, ദിൻ, ദുൻ. ദൻ, ദിൻ, ദുൻ എന്നാണ് നമ്മുടെ പ്രൊണൗൺസിയേഷൻ വരുന്നത്.
അപ്പോൾ ഇനി മീമാണ് എഴുതാനുള്ളത്. മീമിന്റെ നമ്മൾ ഹാഫ് എഴുതുന്നു. എന്തുകൊണ്ടാണ് ഹാഫ് എഴുതുന്നത്? മീമിന്റെ കൂടെ അലിഫ് ജോയിൻ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഹാഫ് എഴുതുന്നത്. അപ്പോൾ മീം എഴുതി ഹാഫ് അലിഫ് ജോയിൻ ചെയ്തു, ഫത്ത തൻവീൻ കൊടുത്തു. ഇനി മീം എഴുതുക, അതിനുശേഷം കസ്ര തൻവീൻ കൊടുക്കുക. കസ്ര തൻവീൻ കൊടുത്തു. ഒരു കസ്ര ഇട്ടപ്പോൾ മീ എന്നായി, രണ്ട് കസ്ര ഇടുമ്പോൾ കസ്ര തൻവീനായി മിൻ. ഇവിടെ മുൻ. ഇപ്പോൾ ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. മൻ, മിൻ, മുൻ. ഇപ്പോൾ ഒന്നുകൂടി നോക്കൂ. സീനാണ്. സീനിന്റെ കൂടെ ഫത്ത തൻവീൻ കൊടുത്തതിന് ശേഷം അലിഫും കൂടി ജോയിൻ ചെയ്യണം. ഫത്ത തൻവീൻ കൊടുക്കുമ്പോൾ അലിഫ് കൂടി ജോയിൻ ചെയ്യണം. രണ്ട് ഫത്താസ് ആണ് ഫത്ത തൻവീൻ. അപ്പോൾ സൻ എന്ന് വായിക്കുന്നു. സ്. പിന്നെ ഫസ്റ്റിലത്തെ ഫത്തയ്ക്ക് ആ എന്നുള്ള പ്രൊണൗൺസിയേഷൻ, രണ്ടാമത്തെ ഫത്തയ്ക്ക് ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ, രണ്ടും കൂടി ചേർത്ത് സൻ. സിൻ, സുൻ. സി എന്നാണ് രണ്ടാമത്തേതിന് ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ, സിൻ. ഫസ്റ്റിലത്തെ ദമ്മയ്ക്ക് ഉ എന്നുള്ള പ്രൊണൗൺസിയേഷൻ സു എന്നായി. രണ്ടാമത്തെ ദമ്മയ്ക്ക് ഇൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ, അപ്പോൾ സുൻ. സൻ, സിൻ, സുൻ. ദൻ, ദിൻ, ദുൻ. മൻ, മിൻ, മുൻ. അപ്പം ഇതാണ് തൻവീൻ്റെ പ്രൊണൗൺസിയേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഒരു വേർഡിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബൈത്ത് എന്നുള്ള ഒരു വേർഡാണ് എഴുതാൻ പോകുന്നത്. ബൈത്ത്. ബ, ബൈ, ബൈത്ത്. ബൈത്ത് എന്ന് എഴുതുക. ബൈത്ത് എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ്. അപ്പോൾ അത് എഴുതുന്നതിന് മുന്നേ നമുക്ക് തൻവീൻ എവിടെയാണ് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ഫത്ത വന്നത് ഫസ്റ്റിലാണ്. ഒരു വേർഡിന്റെ ഫസ്റ്റിൽ വരാം. അതുപോലെ ഇപ്പോൾ ബൈ, കിതാബ് എന്ന് എഴുതുമ്പോൾ നോക്കൂ, കിതാബ്, കിതാബ്. കിതാബ് എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ കസ്ര വന്നിട്ടുണ്ട്, ഇവിടെ ഫത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേർഡിന്റെ ബിഗിനിങ്ങിലാണ്, ഇത് വേർഡിന്റെ മിഡിലാണ് വരുന്നത്. പക്ഷേ തൻവീൻ ഒരിക്കലും വേർഡിന്റെ മിഡിലും ബിഗിനിങ്ങിലും ഒന്നും വരാൻ പറ്റില്ല. തൻവീൻ എപ്പോഴും വേർഡിന്റെ എൻഡിൽ മാത്രമേ വരികയുള്ളൂ. വേർഡിന്റെ എൻഡിൽ മാത്രമേ നമുക്ക് തൻവീനെ കാണാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കണം. എവിടെയാണ്? വേർഡിന്റെ എൻഡിൽ മാത്രമാണ് തൻവീൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് തൻവീൻ വേർഡിന്റെ എൻഡിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡെഫിനിറ്റ് നൗൺസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൻവീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻഡെഫിനിറ്റ് നൗൺസിന്റെ ഒരു പാർട്ട് ഇടും. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കുക, എ ഓർ ആൻ, എ ബുക്ക് ഓർ ആൻ ആപ്പിൾ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൻവീൻ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ബൈത്ത് എന്ന് നമ്മൾ ഇവിടെ ഒരു വേർഡ് എഴുതി. അപ്പോൾ ഇനി ഇത് ഫത്ത തൻവീനും കസ്ര തൻവീനും ദമ്മ തൻവീനും വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫത്ത തൻവീൻ വെച്ച് നമുക്ക് എഴുതി നോക്കാം. ബൈ എങ്ങനെയാണ്? ബൈത്ത് എന്ന് എഴുതുക. താഴെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? അലിഫ് ചേർക്കണം. എന്തുകൊണ്ടാണ്? ഫത്ത തൻവീൻ വരുമ്പോൾ അലിഫ് ജോയിൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അലിഫ് ജോയിൻ ചെയ്ത് എഴുതി. ബൈത്തൻ, ബൈത്തൻ. എങ്ങനെയാണ് വായിക്കുന്നത്? ബൈത്തൻ. ബൈത്ത് എന്നുള്ളതിനെ ബൈത്ത് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. ബൈത്ത് എന്നുള്ളതിനെ ബൈത്തൻ എന്നാണ് നമ്മൾ എഴുതിയത്. ബൈത്ത്, ബൈത്തൻ. അതുപോലെ ഇനി കസ്ര തൻവീൻ കൊടുത്ത് നമുക്ക് എഴുതി നോക്കാം. കസ്ര തൻവീൻ കൊടുക്കുമ്പോൾ
ബൈ ബൈത്തിൻ. എങ്ങനെയാണ്? ബൈത്തിൻ, ബൈത്ത്, ബൈത്തൻ, ബൈത്തിൻ. ഇനിയുള്ളത് ബൈത്തുൻ എന്നുള്ള വേർഡാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ബൈ ബൈത്തുൻ. അപ്പൊ ഏതൊക്കെയാണ്? ബൈത്ത് എന്നാണ് നമ്മൾ ഹൗസിന് പറയുന്നത്. അപ്പോൾ ബൈത്തൻ എന്ന് പറഞ്ഞാൽ എ ഹൗസ് എന്നാണ്, എ ഹൗസ്. അതുപോലെ ബൈത്തിൻ എന്ന് പറഞ്ഞാലും എ ഹൗസ് എന്നാണ്, ബൈത്തുൻ എന്ന് പറഞ്ഞാലും എ ഹൗസ് എന്നാണ്. അപ്പൊ അത് മൂന്നും എ ഹൗസ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അത് ഗ്രാമറിൽ ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതൊന്നും കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കേണ്ടതില്ല. അപ്പൊ കൊച്ചുകുട്ടികൾക്ക് മെയിൻ ആയിട്ട് ദമ്മ തൻവീനാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏതാണ്? ദമ്മ തൻവീനാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പിക്ചർ കൊടുത്തിട്ട്, ഹൗസിന്റെ പിക്ചർ കൊടുത്തിട്ട് എ ഹൗസ് എന്ന് എഴുതുമ്പോൾ ഈ ഒരു ദമ്മ തൻവീൻ കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. ബൈത്തുൻ, ബൈത്തുൻ മീൻസ് എ ഹൗസ്. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ. ബൈത്ത് എന്ന് എഴുതി, ഫത്ത തൻവീൻ കൊടുത്തു, ഫത്ത തൻവീന്റെ കൂടെ അലിഫ് ജോയിൻ ചെയ്തു. അപ്പോൾ ബൈത്ത് എങ്ങനെയായിട്ട് മാറി? ബൈത്തൻ. അതുപോലെ ബൈത്തിന്റെ കൂടെ കശ്ര തൻവീൻ കൊടുത്തപ്പോൾ ബൈത്തിൻ. അതുപോലെ ദമ തൻവീൻ കൊടുക്കുമ്പോൾ അത് ബൈത്തുൻ എന്നാണ് മാറുന്നത്. അപ്പോൾ ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. ദമ തൻവീൻ കൊടുത്തു. ഓബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇത്. അതുപോലെ ഒരു പ്രിപ്പോസിഷന്റെ ആഫ്റ്റർ വരുമ്പോഴാണ് കസ്ര തൻവീൻ കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും കുട്ടികൾ പഠിക്കേണ്ട. ഇതെങ്ങനെ വായിക്കുന്നു എന്ന് മാത്രം പഠിച്ചാൽ മതി. മെയിനായിട്ട് ഈ ഒരു ദമ്മ തൻവീനാണ് കൊച്ചു കുട്ടികൾക്ക് ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വേറൊരു വേർഡായിട്ടും നോക്കാം. ബൈത്ത് മാറ്റിയിട്ട് നമുക്ക് ബിന്ദ് ആക്കാം. ബിന്ദ് എന്ന് പറഞ്ഞാൽ ഗേൾ എന്നാണ്. ബിന്ദ്. നൂൻ ബിന്ദ്. ബി ബിൻ ബിന്ദ്. ബിന്ദ്. ബിന്ദ് മീൻസ് ഗേൾ. ബിന്ദ് മീൻസ് ഗേൾ. അപ്പോൾ ബിന്ദൻ, ബിന്ദൻ. ബിന്ദ് മീൻസ് ഗേൾ എന്നാണ്. ബിന്ദൻ, ബിന്ദിൻ, ബിന്ദുൻ. എന്താണ്? ബിന്ദ്, ബിന്ദൻ, ബിന്ദ്, ബിന്ദിൻ, ബിന്ദുൻ. അപ്പൊ എ ഗേൾ എന്ന് ടെക്സ്റ്റിലൊക്കെ കാണുന്നത് ഇതാണ്, ബിന്ദുൻ. ഇപ്പൊ ശ്രദ്ധിക്കുക, ദമ്മ തൻവീനാണ് കുട്ടികൾ നോക്കേണ്ടത്. ബിന്ദുൻ. അപ്പോൾ ഈ കിതാബ് വെച്ചിട്ടാണെങ്കിൽ കിതാബുൻ, കിതാബുൻ, കിതാബൻ, കിതാബിൻ ആൻഡ് കിതാബുൻ. അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, കിതാബൻ, കിതാബിൻ, കിതാബുൻ. എന്താണ്? കിതാബൻ, കിതാബിൻ, കിതാബുൻ. ഫതഹ തൻവീൻ, കസ്ര തൻവീൻ ആൻഡ് ദമ്മ തൻവീൻ. അപ്പോൾ കിതാബുൻ എന്നാണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ദമ്മ തൻവീനാണ്. അപ്പോൾ നമ്മളൊരു പിക്ചറൊക്കെ തന്നിട്ട് എ ബുക്ക് എന്ന് എഴുതാനായിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് നൗൺസിൻ്റെയും അഡ്ജക്റ്റീവ്സിൻ്റെയും എൻഡിലാണ് നമുക്ക് തൻവീനെ കാണാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു വേർഡിൻ്റെ എൻഡിൽ മാത്രമേ നമുക്ക് തൻവീനെ കാണാൻ സാധ്യമാകൂ. അത് ഈ ഫത്തയും കശ്രയും ഒക്കെ വരുന്ന പോലെ നമുക്ക് ഇടയ്ക്കൊന്നും കാണാൻ പറ്റില്ല. ഉള്ളി എൻഡിൽ പോർഷനിൽ മാത്രമാണ് തൻവീൻ കാണുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇൻഡെഫിനിറ്റ് നൗൺസിനെയും അഡ്ജക്റ്റീവ്സിനും അറബിക്കിൽ കൊടുക്കും തൻവീൻ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൻവീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കൂ, ഹാസ മദ്രസ. മദ്രസ എന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? മദ്രസ, മദ്രസ, ഹാസ, മദ്രസ എന്നാണ് വായിക്കുന്നത്. ഇത് ഈ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് താമർബൂത്തയാണ്. നമ്മൾ സ്പെഷ്യൽ ലെറ്റേഴ്സിൽ പഠിക്കും.
ഈ മദ്രസ എന്ന് എഴുതിയിരിക്കുമ്പോൾ ഹ് എന്നാണ് ഉച്ചരിക്കുക, മദ്രസ എന്നാണ് വായിക്കുന്നത്. പക്ഷേ ഇവിടെ ഫത്തായോ അല്ലെങ്കിൽ തൻവീൻ, ഏതെങ്കിലും തൻവീൻ വന്നു കഴിയുമ്പോൾ അവിടെ ചേർത്തിട്ട് ത എന്നുള്ള ലെറ്റർ അവിടെ താമർബൂത്തയുടെ ത ഉച്ചരിക്കുന്നതാണ്. അപ്പോൾ മദ്രസാത്തുൻ, ഹാസിഹി മദ്രസാത്തുൻ ജമീലത്തുൻ. ജമീല എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. ബ്യൂട്ടിഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ that tells something more about nouns. നൗൺസിനെ പറ്റി കുറച്ചുകൂടി എന്തെങ്കിലും അധികമായിട്ട് പറയാനായിട്ട് അത് എന്താണെന്ന് കുറച്ചുകൂടെ അതിനെ പറ്റി പറയുന്നതാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ അതിനും നമ്മൾ അറബിക്കിൽ തൻവീൻ കൊടുക്കും. അപ്പോൾ ഹാസിഹി മദ്രസാത്തുൻ ജമീലത്തുൻ. ഹാസിഹി മീൻസ് ദിസ്, മദ്രസാത്തുൻ മീൻസ് എ സ്കൂൾ, ജമീലത്തുൻ മീൻസ് ബ്യൂട്ടിഫുൾ. ഹാസിഹി മദ്രസാത്തുൻ ജമീലത്തുൻ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്കൂൾ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹാസിഹി മദ്രസാത്തുൻ ജമീലത്തുൻ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്കൂൾ. അപ്പോൾ നമുക്ക് അതിനു മുന്നേ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മുടെ ഫത്ത തൻവീൻ കൊടുക്കുമ്പോൾ നമ്മൾ അലിഫ് ചേർക്കും, ജോയിൻ ചെയ്യുമെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അതിന് ഒരു ചെറിയ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കുട്ടികൾ. അതായത് ലാസ്റ്റ് ഒരു വേർഡിന്റെ ലാസ്റ്റിൽ താമർബൂത്തയോ അല്ലെങ്കിൽ അലിഫ്, പിന്നെ ഹംസ, യാ പോലെയുള്ള ഇതാണ്. താഴെ ഡോട്ടില്ല, അലിഫ് മക്സൂറ എന്ന് പറയും. ഇങ്ങനെ ഒരു ലെറ്റർ അല്ലെങ്കിൽ താമർബൂത്ത, ഇത്രയും ലെറ്റേഴ്സ് ഒരു വേർഡിന്റെ എൻഡിൽ വരികയാണെങ്കിൽ അവിടെ ഫത്ത തൻവീൻ കൊടുക്കുമ്പോൾ അലിഫ് ജോയിൻ ചെയ്യുകയില്ല. എന്താണ്? അലിഫ്, ഹംസ, അലിഫ് മക്സൂറ, ഈ ഡോട്ട് ഇല്ലാത്ത യാ അല്ലെങ്കിൽ താമർബൂത്ത, ഇങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ ഒരു വേർഡിന്റെ എൻഡിൽ ഉണ്ടെങ്കിൽ അവിടെ ഫത്ത തൻവീൻ ഇടുമ്പോൾ അലിഫ് ജോയിൻ ചെയ്യാറില്ല. അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. എപ്പോഴെങ്കിലും ബുക്കിലൊക്കെ കാണുമ്പോൾ ഡൗട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെറ്റർ നമ്മൾ സ്പെഷ്യൽ ലെറ്റേഴ്സിൽ ഇതെല്ലാം പഠിക്കും. ഇപ്പോൾ മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എന്നാണ്. ഇപ്പോൾ മ അൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഫത്ത കൊടുക്കുക, മ അൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അലിഫിന്റെ ആവശ്യം ഇല്ല. അതുപോലെ ഹക്കീബ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബാഗ് എന്നാണ്. ഹക്കീബ, അതിൻ്റെ കൂടെ നമ്മൾ ഫത്ത കൊടുക്കുകയാണെങ്കിൽ, അതായത് ഫത്ത തൻവീൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് വേണ്ടാത്തത്? അലിഫ് ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അലിഫിന്റെ ആവശ്യം ഇല്ല. അതായത് അലിഫ്, യാ പോലത്തെ ലെറ്റർ, അലിഫ് മക്സൂറ അല്ലെങ്കിൽ ഹംസ, താമർബൂത്ത, ഇത്രയും ലെറ്റേഴ്സ് വരുമ്പോൾ ഫത്ത തൻവീന്റെ കൂടെ അലിഫ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹക്കീബ, ഇവിടെ തായാണ് ഉച്ചരിക്കാനുള്ള, ഹക്കീബ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഇവിടെ തൻവീൻ വരുമ്പോൾ ആ താ നമ്മൾ ഉച്ചരിക്കും, ഹക്കീബത്തൻ. ഇവിടെ മദ്രസയുടെ കൂടെയാണ് വരുന്നെങ്കിൽ മദ്രസത്തൻ. നേരത്തെ നമ്മൾ മദ്രസ തുൻ എന്നാണ് ഇവിടെ എഴുതിയത്. ഹാസിഹി മദ്രസാത്തുൻ ജമീലത്തുൻ മീൻസ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്കൂൾ. അപ്പോൾ ഇതാണ് തൻവീനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. തൻവീനെ പറ്റി നമ്മൾ കൂടുതൽ ഇൻഡെഫിനിറ്റ് നൗൺസും ഡെഫിനിറ്റ് നൗൺസിൻ്റെ ഒരു പാർട്ടിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.